ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്നൊരു മാങ്ങാച്ചാർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു മാങ്ങ കൊണ്ടാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ ആ മാങ്ങ എടുത്ത് നല്ല കഴുകിയിട്ട് അതിൻ്റെ ചോനയൊക്കെ ഞാൻ തെത്തിക്കളയുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ അത് നീളത്തിലുള്ള കഷ്ണങ്ങളാക്കണം. അത് കഴിഞ്ഞ് പിന്നെ അത് ഓരോ കഷ്ണം എടുത്ത് കുഞ്ഞു കുഞ്ഞു കഷ്ണമാക്കണം ഗൈസ്. അപ്പോൾ അത് കുഞ്ഞു കുഞ്ഞു കഷ്ണമാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അതെല്ലാം വേറൊരു പാത്രത്തിലോട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ സ്റ്റൗ ഓണാക്കിയിട്ട് അതിനകത്തോട്ട് ഒരു ചീനിച്ചട്ടി വയ്ക്കണം. അതിനകത്തോട്ട് പിന്നെ നമ്മൾ പൊട്ടിക്കാനുള്ള കടുക് ഉലുവ ഇട്ടിട്ട് നല്ലപോലെ മൂപ്പിച്ചെടുക്കണം. അപ്പോൾ അത് പൊട്ടും. അത് കഴിഞ്ഞത് ചതച്ചെടുക്കണം. അത് കഴിഞ്ഞ് നമ്മൾ അത് മാറ്റിയിട്ട് അതിനകത്തോട്ട് എണ്ണയും കടുകും ഇട്ട് പൊട്ടിക്കണം. അത് കഴിഞ്ഞ് അതിനകത്തോട്ട് വറ്റൽമുളക് ഇടണം. അത് കഴിഞ്ഞ് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി ഇടണം. അത് കഴിഞ്ഞ് അത് മൂത്ത് വരുമ്പോഴത്തേക്കും അതിനകത്തോട്ട് പച്ചമുളക് ഇടണം. അത് കഴിഞ്ഞ് കറിവേപ്പില ഇട്ട് നല്ലപോലെ അങ്ങ് വഴറ്റിയെടുക്കണം. അത് കഴിഞ്ഞ് അതിനകത്തോട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. അതിനകത്തോട്ട് പിന്നെ നമ്മൾ പൊടിച്ച് വെച്ച ഉലുവയും കടുക് ഇടണം. അതിന് കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്യണം. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ മാങ്ങയ്ക്കകത്തോട്ട് ഉപ്പ് ഇടണം. എന്നിട്ട് നല്ലപോലെ പുരട്ടണം. അത് കഴിഞ്ഞ് പിന്നെ മാങ്ങ തട്ടി അങ്ങിടുക. തട്ടിയിട്ട് കഴിഞ്ഞ് പിന്നെ നമ്മളത് നല്ലപോലെ മിക്സ് ചെയ്യണം. അത് കഴിഞ്ഞ് പിന്നെ കായം പൊടിയും കൂടി ഇടണം. അത് കഴിഞ്ഞ് മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും സാധനം റെഡിയായി. പിന്നെ നമ്മൾ പാത്രത്തോട്ട് മാറ്റി തിന്നുക. അപ്പോൾ കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ടാറ്റ.